എൻ്റെ ഫംഗ്ഷൻ ഇവിടെ വളരെ വളരെ ബ്രീഫായിട്ട് ഇതുവരെ പറഞ്ഞ എല്ലാവരുടെയും അവർ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് സമ്മപ്പ് ചെയ്യുക, മോഡറേറ്റർ എന്നുള്ള നിലയ്ക്ക് ഇതൊന്ന് സമ്മപ്പ് ചെയ്യുക എന്നുള്ള ഒരു ഫംഗ്ഷനാണ് എനിക്കുള്ളൂ. ആദ്യമായിട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ലീനസ്, ചെറിയൊരു കുട്ടി എന്നാണ് എനിക്ക് ഇവരെ പറ്റിയിട്ട് ആദ്യം തന്നെ എൻ്റെ മനസ്സിൽ തോന്നിയ അഭിപ്രായം. പക്ഷേ ഈ കുട്ടി നിങ്ങളുടെ പഞ്ചായത്തിൻ്റെ നിങ്ങളുടെ പുസ്തകങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഞാൻ എൻ്റെ ഒരു ബുക്കിൽ കോട്ട് ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷ് ബുക്കാണ്. അതിൽ ഇവരുടെ കുറച്ച് വേർഡ്സ് പഞ്ചായത്ത് കോൾ കൃഷി സംഘത്തിൻ്റെ ഫുഡ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാനും ഈ എൻ്റെയർ കോൾ പടവുകളുടെ സമൃദ്ധിക്ക് വേണ്ടിയിട്ട് എഴുതിയിട്ടുള്ള ഒരു കാര്യം ഈ കുട്ടി പറഞ്ഞത് ഞാൻ എൻ്റെ ഒരു ബുക്കിൽ കോട്ട് ചെയ്തിട്ടുണ്ട്. ഞാനത് വന്നപ്പോൾ തന്നെ കുട്ടിയോട് പറഞ്ഞു, അത് 6000 ആളുകൾ റീഡർഷിപ്പുള്ള ഒരു ബുക്കാണ്. സോ കാണുന്നതിൻ്റെ മുമ്പ് തന്നെ ഞാൻ ആ കുട്ടിയോട് ആദ്യം അത് പറഞ്ഞു. കാരണം ഭരണരംഗത്ത് ചെറിയ സ്ഥലത്തിരുന്നു കൊണ്ട് കുറച്ചേ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞുള്ളൂ എങ്കിലും നമ്മൾ ചെയ്യുന്നത് എത്ര ചെറുതായാലും അത് വളരെ വലിയ കാര്യമാണ്. ഒരു പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു കൊണ്ട് അവനവൻ്റെ ഡ്യൂട്ടി നന്നായി ചെയ്യുക എന്നുള്ള കാര്യം ചെയ്യുക. ഒരു ഡോക്ടറായിരുന്നു കൊണ്ട് എൻ്റെ ഡ്യൂട്ടി ചെയ്യുക. ആരായാലും ഒരു തൂപ്പുകാരിയാണെങ്കിലും തൂപ്പുകാരുടെ ധർമ്മം ശരിക്കും ചെയ്യുക. അത് തന്നെയാണ് ഏറ്റവും വലിയ സ്വധർമ്മം. അത് ആര് ചെയ്താലും അത് സ്ത്രീ ആയാലും പുരുഷനായാലും നമ്മൾ അത് അംഗീകരിക്കേണ്ടതുണ്ട്. അപ്പോൾ ഭരണകാര്യത്തെക്കുറിച്ച് ലീനസ് പറഞ്ഞ കാര്യം, സ്ത്രീകൾക്ക് ഭരണകാര്യത്ത് ഒരുപാട് പ്രാതിനിധ്യം ലഭിക്കുന്നുണ്ട് എന്നുള്ള കാര്യം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യം. പിന്നെ മറ്റേ ആസ്പെക്റ്റ്, സുരക്ഷയുടെ കാര്യം ഞാൻ അധികം ഇങ്ങോട്ട് പറയണില്ല. കാരണം എന്താ വെച്ചാൽ അത് വളരെ ഈ പറഞ്ഞ മാതിരി അത് എവിടെ എത്തില്ല. ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ നമുക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് മാത്രം ഞാൻ ആ വശത്തേക്ക് പോണില്ല. പറഞ്ഞു ശരിയാണ്, ആഡംബരത്തിൻ്റെ ഇത് വേഷങ്ങളുടെ വിധാനവും ഈ കുട്ടി ഇരയല്ല. ആഡംബരത്തിന്റെ ആ വേഷവിധാനങ്ങൾ ഇരയുടെ അല്ല, മറ്റുള്ളവരുടെ ആണ് എന്ന് അവർ പറഞ്ഞത് ശരിയാണ്. മറ്റുള്ളവർ കാണിക്കുന്നത് കണ്ടിട്ട് ആ ഡിസയർ കൂടുമ്പോൾ, എന്താ പറയുക, ആസക്തി വർദ്ധിപ്പിക്കുമ്പോൾ അത് ഇരയുടെ മേലിൽ പ്രയോഗിക്കുകയാണ്. അല്ലാണ്ട് ഇരയുടെ വേഷവിധാനമല്ല എന്ന് പറഞ്ഞത് അത് ശരിയായ കാര്യമാണ്. അതുപോലെ അത് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇത് ഒന്നിന് മാത്രമുള്ള ഡിസയർ അല്ല. ഈ ലൈംഗികമായ തൃഷ്ണ മാത്രമല്ല ഡിസയർ, ഭക്ഷണ കാര്യങ്ങളിലുള്ള ഡിസയർ. മനുഷ്യന് ഡിസയർ എന്ന് പറയുന്ന സാധനം എന്തിനുള്ള ഡിസയർ ആയാലും ഒരുപോലെ തന്നെയാണ്. തിന്നാൻ കുറേ, ആഡംബരങ്ങൾ ഉപയോഗിക്കാൻ കുറേ, ലക്ഷൂറിയസ് ആയിട്ട് ജീവിക്കാൻ. ഇപ്പം നേരത്തെ പറഞ്ഞു കല്യാണത്തിൻ്റെ കാര്യം പറഞ്ഞു, ആഡംബരപൂർണമായ കല്യാണങ്ങൾ ഞാൻ ആസ് ഫാർ ആസ് പോസിബിൾ ഐ ഡോണ്ട് ഗോ ഫോർ മാരേജസ്. അതാ ഞാൻ പറഞ്ഞു, നമുക്ക് എൻ്റെ ആദർശം അനുസരിച്ച് ഞാൻ ജീവിക്കാൻ എനിക്ക് ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല. യൂഷ്വലി ഐ ഡോണ്ട് ഗോ. കാരണം എൻ്റെ ആദർശപ്രകാരം ഈ ആഡംബരത്തിൽ ഞാൻ വിശ്വസിക്കണില്ല. സ്ത്രീകൾ കുറേ മാലയും വളയൊക്കെ അണിഞ്ഞ് എന്താ പറയേണ്ടത്, പല സ്വർണ്ണത്തിൽ ഇറക്കിയ മാതിരി കുറെ പെണ്ണുങ്ങളും കുറെ പട്ടു സാരി കൊടുത്തിട്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ആവശ്യമില്ലാത്ത കുറെ വർത്തമാനം പറഞ്ഞ് സമയം കളയുന്ന ഒരു കാര്യമായിട്ട് ഞാൻ വിവാഹങ്ങളെ കാണുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ കല്യാണങ്ങളിൽ പോവാറില്ല. വളരെ അത്യാവശ്യമെന്ന് തോന്നിയാൽ 1 or 2 പോവാറുണ്ട്. അത് നിവൃത്തിയില്ലാത്ത ഘട്ടങ്ങളിൽ, അല്ലാതെ കല്യാണത്തിന് പോവാറില്ല. ഇവരാ പറഞ്ഞ ആ കാര്യം എനിക്ക് ഞാൻ ചെയ്യുന്ന കാര്യമാണെന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം, എൻ്റെ കുടുംബക്കാർക്ക് അടക്കം. അതാണ് നമുക്ക് ചെയ്യാൻ, നമ്മളൊരു കാര്യം ചെയ്യാൻ മറ്റൊരാളുടെ അവരെന്ത് പറയും എന്ന് നമ്മൾ വിചാരിക്കേണ്ട ആവശ്യമില്ല. അവർ പറയണത് അവർ പറഞ്ഞോളും. ഞാൻ ചെയ്യണത് ഞാനാ ചെയ്യണത്, ഞാനാ നിശ്ചയിക്കേണ്ടത്, ഞാൻ എന്താ ചെയ്യേണ്ടത്, അത് വേറൊരാളല്ല. ആ ഒരു ധൈര്യം നമുക്കുണ്ടെങ്കിൽ ഇന്ത്യ മുഴുവൻ നമുക്ക് നന്നാക്കാൻ സാധിക്കുന്നതാണ് എൻ്റെ ഒരു വിചാരം. അപ്പോൾ ഈ പണത്തിനുള്ള ഡിസയർ പോലെ, അതുപോലെ തന്നെ പണത്തിനുള്ള ഡിസയർ കൊണ്ടാണല്ലോ ഈ കമേഴ്സ്യലിസം വരണത്, അല്ലേ? ഈ പോർണോഗ്രാഫി വിൽക്കുക എന്നുള്ള കാര്യം പറഞ്ഞു, അത് പണത്തിനുള്ള ഡിസയർ കൊണ്ടാണ്. സോ ഡിസയർ ഇസ് ദ കോസ് ഓഫ് എല്ലാ അട്രോസിറ്റി. നമ്മുടെ ഇവിടെ നടക്കുന്ന സകലത്തിൻ്റെയും കാരണം ഡിസയർ എന്ന് പറഞ്ഞ ഒറ്റ വാക്കില് ആ തൃഷ്ണ, അത് എന്തിനൊക്കെ ഉള്ള തൃഷ്ണ വെച്ചാൽ അതൊക്കെ അവസാനിപ്പിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുമോ? സാധിക്കാത്ത കാലത്തോളം നമ്മൾ വെറുതെ സംസാരിച്ചിട്ട് കാര്യമില്ല എന്നുള്ള. അവനവൻ്റെ വീട്ടിൽ നിന്ന് തുടങ്ങുക എന്നവർ പറഞ്ഞത് അതിനെയാണ്. സ്വന്തം വീട്ടിൽ നിന്ന്, സ്വന്തം ജീവിതത്തിൽ നിന്ന് തുടങ്ങിയാൽ മാത്രമേ ഇതൊക്കെ മറ്റൊരിടത്ത് പോയി പറയുന്നതിന് പോലും അർത്ഥമുള്ളൂ. ഇതൊന്നും ചെയ്യാത്ത ആളുകൾ അവിടെയും ഇവിടെയും കയറി നിന്ന് പ്രസംഗിക്കണ കാരണം കൊണ്ടാണ് ശരിക്കും ചെയ്യുന്ന, ഞാൻ എന്നെ പോലുള്ളത് പറയട്ടെ, എന്നെ പോലെയുള്ള ആൾക്കാർ ചെന്ന് പറയുമ്പോഴും ആൾക്കാർക്ക് വില ഇല്ലാണ്ടേ ആവുന്നത്. ഇതൊന്നും ചെയ്യാത്ത ആൾക്കാർ അവിടെയും ഇവിടെയും മൈക്ക് കിട്ടിയ ഉടനെ പോയി ഇത് പറയും, എന്നിട്ട് അപ്പത്ത് പോയി കള്ളു കുടിക്കും,
തോന്നിയാസം ചെയ്യും. അതുകൊണ്ട് ഞങ്ങളെ പോലുള്ള ആളുകൾ പറയണം കൂടി അവർക്ക് വിശ്വാസമില്ലാണ്ടായി തുടങ്ങി. ആ ഘട്ടത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ പറഞ്ഞ കാര്യം, സ്വന്തം ജീവിതത്തിൽ സ്വന്തം വീട്ടിൽ തുടങ്ങുക എന്ന് പറഞ്ഞ കാര്യം വളരെ പ്രസക്തമാണ്. അത് മാത്രമല്ല, അവര് ശുഭാപ്തി വിശ്വാസത്തോടു കൂടി പല കാര്യങ്ങളും പറയണ്ടായി. ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്, സാമ്പത്തിക സുരക്ഷിതത്വത്തിനെ കുറിച്ച്, അതുപോലെ പൗരധർമ്മത്തിനെ കുറിച്ച്. പൗരധർമ്മം, നമ്മുടെ പൗരന്മാരുടെ വിചാരം എന്താ? നമുക്കെല്ലാം റൈറ്റ്സിനെ കുറിച്ച് നമ്മൾ വളരെ ബോധവാന്മാരാണ്. നമുക്ക് കിട്ടേണ്ടത് എന്തൊക്കെയാന്ന് പോയാൽ എണ്ണി പറയും, എനിക്ക് ഇന്നത് കിട്ടണമെന്ന്. റൈറ്റ്സിനെ കുറിച്ച് ബോധവാന്മാരാണ്, പക്ഷെ ഡ്യൂട്ടീസിനെ കുറിച്ച് സിറ്റിസൺസ് ആർ നോട്ട് അവെയർ ഓഫ്. ഈ പ്രോബ്ലം സാധാരണ പൗരന്മാരെ മാത്രമല്ല ഞാൻ പറയുന്നത്, എല്ലാ ഭരണരംഗത്തിരിക്കുന്നവരും പൗരന്മാർ തന്നെയാണല്ലോ, അല്ലെ? ഭരണരംഗത്തിരിക്കുന്നവരും പൗരന്മാരാണ്. അവർക്കടക്കമുള്ള പ്രോബ്ലമാണത്. ധർമ്മം അറിഞ്ഞുകൂടാ, പക്ഷെ റൈറ്റ്സ്, അവകാശങ്ങളെ കുറിച്ച് സകലവും അറിയാം. ഈ പ്രോബ്ലം എന്ന് തീരണമോ അന്നേ ആ പൗരധർമ്മം നമ്മൾ ശരിക്കും മനസ്സിലാക്കി. ഞാൻ ഈ രാജ്യത്ത് ജീവിക്കുന്ന കാലത്തോളം എൻ്റെ ചെറിയ എത്ര വട്ടത്തിൻ്റെ ഉള്ളിൽ എനിക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും. ഇവര് പറഞ്ഞു, ആ ഹോസ്പിറ്റലിലത്തെ കാര്യങ്ങൾ പറഞ്ഞു. ഞാനൊരു ഡോക്ടറാണ് എന്നുള്ളതല്ലാതെ ഞാൻ ചെയ്ത വർക്കൊന്നും ഞാനിവിടെ ഒരിക്കലും പറയാറില്ല. ഞാനിവിടെ എപ്പോഴും കവിയായിട്ടും സാഹിത്യകാരിയായിട്ടൊക്കെ വരാറ്. പക്ഷെ ഇവരെ ഇത് പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് ചില കാര്യങ്ങൾ പറയാതെ വയ്യ എന്നുള്ളതുകൊണ്ട് ഞാൻ പറയണേ. കാരണം വ്യത്യസ്ത ഗവൺമെന്റുകളുടെ ആരോഗ്യ മിനിസ്ട്രിയിലുള്ള വ്യത്യസ്ത മന്ത്രിമാരുമായിട്ട് നിരന്തരം ഇടപഴകി പല കാര്യങ്ങളും ഞാൻ എൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ കൂടെ പല കാര്യങ്ങളും ഞാൻ എൻ്റെ ഡിപ്പാർട്ട്മെന്റിൽ ഇരുന്നു കൊണ്ട് നേടിയെടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അത് പക്ഷെ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ പറയുന്ന കാര്യം ഒരു സമൂഹത്തിന് മുഴുവൻ വേണ്ടിയാണെന്ന് അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് ഞാനത് നേടിയെടുത്തിരുന്നത്. അല്ലാണ്ട് ആരുടെയും കാല് പിടിക്കാൻ ഇതുവരെ പോയിട്ടില്ല. അത് സമൂഹത്തിന് വേണം, വേണ്ടതേ നമ്മൾ പറയാവൂ. അങ്ങനെയുള്ള രീതിയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് ഞാൻ എടുത്തത്. ഫോർ എക്സാമ്പിൾ, ഞാൻ ചെറുത് പറയാം. ആ ബ്ലഡ് ബാങ്കിന്റെ എക്സ്പീരിയൻസ് ഇവർ പറഞ്ഞല്ലോ. ബ്ലഡ് ബാങ്കിലെ ആ കുട്ടിയുടെ കാര്യം പറഞ്ഞു, തലാസീമിയ ഉള്ള കുട്ടി. ഞാൻ ബ്ലഡ് ബാങ്കിലെ കേരള ബ്ലഡ് ഡൊണേഴ്സ് ഫോറത്തിന്റെ പ്രസിഡന്റായിട്ട് 3.5 വർഷം കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഇമ്മ്യൂണോ ഹെമറ്റോളജി സെന്ററിൽ ഇരുന്നിട്ട് ഒരുപാട് വോളണ്ടറി ഹെൽപ്പ് ഒരുപാട് ആളുകൾക്ക് ചെയ്തു കൊടുക്കാൻ ആ 3.5 കൊല്ലം കൊണ്ട് എനിക്ക് സാധിച്ചു. ഈ പറഞ്ഞ മാതിരി ഒരുപാട് ആവശ്യക്കാർ, അതും കോഴിക്കോട് മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ മാതിരിയല്ല. ഞങ്ങൾ വർക്ക് ചെയ്തിരുന്നത്, ഞാനും എൻ്റെ ഹസ്ബൻഡും ഞങ്ങൾ ഒരുമിച്ചാണ് ഈ കാര്യങ്ങൾ ചെയ്തിരുന്നത് എന്നുള്ളതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് കൂടെ ഇവിടെ പറയണേ. ഞങ്ങൾ എപ്പോഴും ജനറൽ വാർഡിലെ സാധാരണ മനുഷ്യന്റെ, പുവർ പേഷ്യന്റിന്റെ കാര്യങ്ങളെ കുറിച്ചായിരുന്നു ഞങ്ങൾക്ക് കൂടുതൽ താല്പര്യം. അതുകൊണ്ട് ഈ പുവർ മാൻ, അവിടെ വരുന്ന വ്യക്തിക്ക് തിരിച്ചു പോവാൻ, ബസ്സിന് പോവാനുള്ള പണം കൂടി ഇല്ലാതെ വരുന്ന വ്യക്തിക്ക് എന്തെല്ലാം ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്തു കൊടുക്കേണ്ടി വരുമ്പോൾ നമ്മൾക്ക് നാച്ചുറലായിട്ട് നമുക്ക് ആർഭാടങ്ങളിലുള്ള ആസക്തി പോകും. ഞാനും കുട്ടിക്കാലത്ത് കാതിലും കഴുത്തിലൊക്കെ നിറച്ചിട്ട് നടന്നിരുന്ന ഒരു വ്യക്തി തന്നെയാണ്. പക്ഷേ കോഴിക്കോട് മെഡിക്കൽ കോളേജിലത്തെ ആ ജീവിതം കൊണ്ട് ഈ പാവപ്പെട്ടവന്റെ, കഷ്ടപ്പെട്ടവന്റെ ദുഃഖം കണ്ടിട്ട് ഞാൻ തീർച്ചയായും ഞാനിത് ഉപയോഗിക്കില്ല. കാരണം ഞാനിതിട്ട് നടന്നിട്ട് എന്താവശ്യമാണ് എനിക്ക്. ആ ഒരു ഫീലിംഗ് നമുക്ക് വരുത്തുക എന്നുള്ള ഏറ്റവും വലിയ ആത്മവിദ്യാലയമാണ്. എന്നാൽ എല്ലാ ഡോക്ടേഴ്സിനും വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതെനിക്കറിയില്ല. എനിക്ക് വന്നു, അതിന് അത്രയും പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞേ, ഇതൊരു വ്യക്തിയുടെ കാര്യമാണ്. അങ്ങനെ ഇപ്പൊ ഈ പറഞ്ഞ തലാസീമിയ പേഷ്യന്റിന്റെ കാര്യം ഇവർ പറഞ്ഞത് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറുടെ കാര്യമാണ് പറഞ്ഞത്. ആ വയനാട് ഭാഗത്ത് തലാസീമിയ കേസസ് ഒരുപാടുണ്ട്. കാരണം അതൊരു ജനറ്റിക് പ്രോബ്ലം ആണത്. അത് ഞാൻ ബ്ലഡ് ബാങ്കിലിരിക്കുന്ന സമയത്ത് ഗുരു നിത്യചൈതന്യയുടെ കത്തുമായിട്ട് ഒരു അബ്ദുറഹിമാനോ അബ്ദുൾ മജീദെന്നോ ആണ് പേര്, ഒരു മാഷാണ്, വർക്കിംഗ് വയനാട്ടിലൊരു മാഷാണ്. ആ മാഷ്ക്ക് ഇതേ പ്രോബ്ലം, 2 കുട്ടികൾ തലാസീമിയാണ്. യതി എനിക്ക് എഴുതിയത് ഈ ആള് മരിക്കാൻ, സൂയിസൈഡ് ചെയ്യാൻ റെഡിയായി നിൽക്കുകയാണ്. കാരണം ഈ 2 കുട്ടികൾക്കും മാസം മാസം ബ്ലഡ് കൊടുക്കുക എന്നുള്ളത് അയാളുടെ പരിധിയിൽ ഒതുങ്ങണമല്ല. വയനാട്ടിൽ നിന്ന് കോഴിക്കോട് വരെ വരാനുള്ള ചെലവും കൂടി ഇല്ല കയ്യിൽ. എങ്ങനെയെങ്കിലും ഇയാളെ ഒന്ന് ചെയ്യിപ്പിച്ചു കൊടുക്കാൻ പറ്റുമെന്ന്. അപ്പം ഞാൻ അയാളോട് പറഞ്ഞു, നിങ്ങൾ അവിടുന്ന് വരുന്നതിൻ്റെ എന്നാ നിങ്ങൾ വരുന്നത് വെച്ചാൽ അതിൻ്റെ ഒരാഴ്ച മുമ്പ് ബ്ലഡ് ബാങ്കിലേക്കല്ല, എൻ്റെ പേഴ്സണൽ അഡ്രസ്സിൽ ഒരു കാർഡ് എഴുതിയിട്ടാൽ ഞാൻ ഇവിടെ ബ്ലഡ് റെഡിയാക്കി വെച്ചിരിക്കും. അങ്ങനെ അയാള്, ഞാൻ അവിടുന്ന് പോരണവരെ പിന്നെ എന്തായെന്ന് എനിക്കറിയില്ല. നമുക്കൊരു അതേ പറഞ്ഞ നമ്മുടെ ആ ചെയറിൽ നമ്മൾ ഇരിക്കണ വരെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെ? പിന്നെ വരുന്ന ആൾ എന്ത് ചെയ്യണമെന്ന് നമുക്കറിയില്ല. സോ അങ്ങനെയുള്ള ഹെൽപ്പുകൾ ഒരാൾക്കല്ല, ഞാൻ ഒരു തലാസീമിയ കേസ് പറഞ്ഞു എന്നേ ഉള്ളൂ. അതുപോലെ ക്യാൻസർ രോഗികൾക്ക് എല്ലാവർക്കും നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന ഈ അഗ്രികൾച്ചറിനെ കുറിച്ചുള്ള ഈ പ്രോജക്റ്റ് ഞാൻ ചെയ്യാൻ കാരണം തന്നെ ആക്ച്വലി ഞാൻ ആദ്യം വർക്ക് ചെയ്തത്
മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുന്നതിൻ്റെ മുമ്പ്. എൻ്റെ ഹസ്ബൻഡ് അന്ന് ഹൗസ് സർജൻസി ചെയ്യണേ ഉള്ളൂ. ഞാനാണ് ആദ്യം പാസ്സായത്. അതുകൊണ്ട് ഞാൻ പാസ്സായി, മൂപ്പര് പാസ്സായിട്ട് 6 മാസം കൂടി ഉണ്ട് കഴിയാൻ. മൂപ്പര് കുറച്ച് തോറ്റു പോയതുകൊണ്ട്. അപ്പം ഈ 6 മാസം എന്തെങ്കിലും ചെയ്യണ്ടേ. അപ്പം ഞാൻ കോഴിക്കോടിൻ്റെ അടുത്ത് പാലാഴി എന്നൊരു സ്ഥലമുണ്ട്. പേര് പാലാഴി എന്നാണെങ്കിലും അത് പാലാഴിയായിട്ടൊരു ബന്ധമില്ല. മിൽക്കി ഓഷനൊന്നും അല്ല, അത് വളരെ ഒരു കുഗ്രാമാണ്. അവിടെ വളരെ പാവപ്പെട്ട കുറേ അധികം ഒരു പെർസെൻറ്റേജ് നോക്കുകയാണെങ്കിൽ കൂടുതൽ മുസ്ലിം പീപ്പിളാണ്. അപ്പോൾ അവിടെ സ്ത്രീകളാരും ഡോക്ടേഴ്സായിട്ട് ചെല്ലാത്തത് കൊണ്ട് അവർക്ക് ഭയങ്കര പ്രോബ്ലംസ് ഉണ്ട് എന്ന് ഒരാൾ വന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവിടെ ഒരു സേവന ഇതിൽ, ഞാനൊരു സ്ത്രീ ആയതുകൊണ്ട് അവർക്ക് വന്ന് പറയാനും ഒക്കെ സാവകാശം ഉണ്ടാവും എന്ന് വിചാരിച്ച് ഞാൻ അവിടെ പോയി വർക്ക് ചെയ്തു. നമ്മൾ ഇത് കോണിയൊക്കെ ശരിക്കും പിന്നെ ഈ കോണിയും ഭേദാ അത് പിന്നെ മെലിഞ്ഞിട്ടാണ് കയറാം. എന്നാലും ചെറിയ ചെറിയ ഇങ്ങനെ ഇത് വെച്ചിട്ട് എനിക്ക് ശരിക്കും പേടിയാവും കയറുമ്പോൾ ഇത് പൊട്ടി വീഴുമെന്ന്. അങ്ങനത്തെ ഏണിയാണ് ശരിക്കും. അതിൻ്റെ മുകളിൽ കൂടെ കയറിയിട്ട് വേണം ആ റൂമിലേക്ക് പോകാൻ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ പല നിറത്തിൽ കുറേ വെള്ളവും കുറേ ഗുളികയും വെച്ചിട്ടുണ്ട്. നമ്മളവിടെ ഇരുന്ന് എല്ലാവർക്കും വരുന്നവർക്ക് ഗർഭിണികളുണ്ട്, കുട്ടികളുണ്ട്, ഒക്കെ ഉണ്ട്. എല്ലാവർക്കും അനീമിയ, ലുക്കീമിയ, അപ്ലാസ്റ്റിക് അനീമിയ, സകല സാധനമുണ്ട്, ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി. എന്നാൽ നമ്മൾ പുസ്തകത്തിൽ പഠിച്ചതനുസരിച്ച് പറയുമ്പോൾ നിങ്ങൾ കോഴിമുട്ട കഴിക്കണം, തക്കാളി കഴിക്കണം, മറ്റ് കഴിക്കണം, ഇത് കഴിക്കണം എന്നൊക്കെ പുസ്തകം അനുസരിച്ച് പറയാൻ പറ്റണില്ല ഇവരോട്. പുസ്തകത്തിൽ നമ്മളെ പഠിപ്പിച്ചത് അതാണ്. പക്ഷെ അത് പറയാൻ പറ്റും ഇവരോട്. അന്നന്നത്തെ ഭക്ഷണത്തിന് വകയില്ലാത്ത ആൾക്കാരോട് പോണ സമയത്ത് ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ മുഷിഞ്ഞിട്ടുള്ള ഒരു 10 റുപ്യ നോട്ട് എനിക്കിങ്ങനെ എടുത്ത് വെച്ച് ഞാൻ പറയും വേണ്ട നിങ്ങൾ വെച്ചോളൂ കയ്യിൽ. അത്ര പുവറായിട്ടുള്ള ആൾക്കാരോട് നിങ്ങൾ ദിവസം കോഴിമുട്ട തിന്നണമെന്ന് പറയാൻ വയ്യാണ്ട് ഞാൻ വീട്ടിൽ വന്ന് കരയും. അയ്യോ എനിക്ക് പറയാൻ വയ്യാതെ. അപ്പം എൻ്റെ ഹസ്ബൻഡ് പറയും ഇതൊക്കെ ആ എന്താ പറയുക നമ്മുടെ ചെറുപ്പമായതുകൊണ്ട് തോന്നുക. കുറേ കഴിയുമ്പോൾ നമ്മുടെ ഡോക്ടേഴ്സും പ്രൊഫസേഴ്സൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ ഒരു വിലയില്ലാണ്ട് അത് മാതിരിയാവും. ഞാൻ പറഞ്ഞു അയ്യോ ആവാൻ പറ്റില്ല കേട്ടോ, ഇതിനെന്തെങ്കിലും ഒന്ന് ചെയ്യണം. അങ്ങനെയാണ് ഈ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസിനെ കുറിച്ച് സ്റ്റഡി ചെയ്തതും അത് ഫുഡിന്റെ പ്രോബ്ലം എല്ലാ റിസർച്ചും അതിന്റെ തുടങ്ങി അവസാനമാണ് ഈ കോൾ കൃഷിയുടെ ഉള്ളിലത്തെ റിസർച്ച് അതിൻ്റെ ഉള്ളിൽ വന്ന് പെട്ടതാണത്. ഫുഡ് സഫീഷ്യൻസി ഇല്ലെങ്കിൽ രാജ്യത്ത് ഒന്നും നടക്കില്ല. ഫുഡിന് സഫീഷ്യൻസി ഇല്ലാത്ത രാജ്യം കുറച്ച് കഴിഞ്ഞാൽ ഭക്ഷണത്തിന് വേണ്ടി പരസ്പരം കീറി മുറിക്കും ആളുകൾ. ഇപ്പോൾ ശരീരത്തിന്റെ വിശപ്പിന് വേണ്ടിയിട്ട് പെൺകുട്ടികളെ കീറി മുറിക്കണം അതേ ആളുകൾ ഭക്ഷണത്തിന്റെ വയറ്റിന്റെ വിശപ്പിന് വേണ്ടി പരസ്പരം തിന്നാൻ ഒരു കാലം വരും. അതുകൊണ്ട് ഫുഡ് സഫിഷ്യൻസി വേണം. അങ്ങനെയാണ് മലബാറിലെ ഏറ്റവും അധികം ഫുഡ് പ്രൊഡക്ഷൻ ഉണ്ടായിരുന്ന, ഹിസ്റ്റോറിക്കലി ഏറ്റവും അധികം ഫുഡ് പ്രൊഡക്ഷൻ ഉണ്ടായിരുന്ന ഒരേ ഒരു ഏരിയയാണ് ഈ ഏരിയ. ഈ പുന്നയൂർക്കുളം ഉൾപ്പെട്ട ഈ കോൾ ഏരിയ. ഞാനത് വളരെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള അത് വലിയൊരു 600 പേജുള്ള ബുക്ക്, അതൊന്നും പറയാനല്ല ഞാൻ. ഹിസ്റ്റോറിക്കലി ഈ ഏരിയയിൽ നിന്ന് മഹാഭാരത യുദ്ധകാലത്ത് 18 അക്ഷൗഹിണി 18 ദിവസം ഭക്ഷണം കൊടുക്കാൻ ഇവിടുന്നുള്ള ഒരു ചേര രാജാവ് ഭക്ഷണം എത്തിച്ചത് ഈ കേരളത്തിൽ നിന്ന് മലബാറിൽ നിന്നാണ്. അത് തമിഴ് പുസ്തകങ്ങളിൽ അത് കാണാം, തമിഴ് ഗ്രന്ഥങ്ങളിൽ അത് എഴുതിയിട്ടുണ്ട്. പെരും ചോറ്റുതിയൻ ചേരലാതൻ എന്ന് പറയുന്ന രാജാവാണ് അത് കൊടുത്തിരിക്കുന്നത്. അത്ര ഫുഡ് പ്രൊഡക്ഷൻ ഉണ്ടായിരുന്ന ഈ ഏരിയയുടെ ഇന്നത്തെ സ്ഥിതി എന്താ? ആളുകൾക്ക് താല്പര്യമില്ല, ആളുകൾക്ക് ലേബർ ചെയ്യാൻ ഇഷ്ടമില്ല, പുറമേന്ന് ലേബർ കൊണ്ടുവരണം, എല്ലാവരും സുഖിയന്മാരായി, എല്ലാവരും ആർഭാടത്ത് കഴിയണം. ഇതിനൊക്കെ ഒരാൾ വിചാരിച്ചാൽ നിവൃത്തിയില്ല. പക്ഷെ നമ്മളെല്ലാവരും കൂടെ ചിന്തിക്കണം. ഒരു എൻ്റെ ഗ്രാമം ഒരുമിച്ചിരുന്ന് ചിന്തിച്ചാൽ, ഒരുമയോടെ നിന്നാൽ നമുക്ക് തീർക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളൊന്നും ഇന്നും കേരളത്തിൽ ഇല്ല. ആ ശുഭാപ്തി വിശ്വാസം നമുക്ക് ഉണ്ടാവുക. ഭരണകാര്യത്തിലാണെങ്കിലും എഡ്യൂക്കേഷൻ, പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ പെൺകുട്ടികളുടെ എഡ്യൂക്കേഷൻ, പുരുഷൻ മാത്രം പഠിച്ചാൽ മതി എന്നുള്ള നിലപാടൊക്കെ പോയിട്ട് കാലം എത്രയായി. പെൺകുട്ടികളൊക്കെ നല്ല അസൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കുട്ടികളാണ്. അവർക്ക് ഏത് രംഗത്തും അവർ ശോഭിക്കണ കാലമാണ്. അങ്ങനെയുള്ള കാലത്ത് നമ്മൾ ഈ സ്ത്രീയുടെ പ്രശ്നം എന്ന് പറഞ്ഞാല് എന്താ പറയാ, വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന്റെ പ്രശ്നമോ അല്ലെങ്കിൽ ലൈംഗിക പ്രശ്നമോ, സെക്സ് ഇഷ്ടം പോലെ ഫ്രീ സെക്സ് വേണം എന്നുള്ള പ്രശ്നമോ ഒക്കെ ആണ് എന്നുള്ള രീതിയിൽ എഴുതുന്ന എഴുത്തുകാരെയും അങ്ങനെ കൊട്ടിഘോഷിച്ച് നടക്കുന്ന മാധ്യമങ്ങളെയും അടക്കം നിങ്ങൾ സൂക്ഷിക്കണം. അവർ നിങ്ങളുടെ രാജ്യത്തെ കുളം തോണ്ടും. അതുകൊണ്ട് നല്ല രീതിയിൽ നല്ല ഭരണം കാഴ്ചവെക്കാൻ ഇപ്പം ഇവരെല്ലാവരും പറഞ്ഞത് എനിക്ക് ആ ഒരു കാര്യം എനിക്കിഷ്ടമായത്. ആ ഭരണരംഗത്ത് സ്ത്രീകൾ വരുമ്പോൾ എഡ്യൂക്കേഷണലായിട്ട് നിങ്ങൾ മുന്നിട്ട് നിൽക്കുമ്പോൾ, ഞാൻ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സ്ത്രീയാണ്, എനിക്കത് അഭിമാനം തന്നെയാണ് തീർച്ചയായിട്ടും.
ആ എഡ്യൂക്കേഷൻ കൊണ്ട് നമുക്ക് എന്തൊക്കെ എവിടെയെല്ലാം ഏതെല്ലാം ഫീൽഡിൽ നമുക്ക് ചെയ്യാൻ കഴിയും, എന്തൊക്കെ ഹെൽപ്പ് ആർക്കൊക്കെ ചെയ്യാൻ കഴിയും ഒക്കെ നമ്മൾ ചെയ്യാൻ. ഈവൺ എൻ്റെ മ്യൂസിക് തെറാപ്പി എന്നുള്ള കോഴ്സ് അടക്കം ഈ ഒരു നാഷണൽ റീകൺസ്ട്രക്ഷന് വേണ്ടിയാണ്. അത് നമ്മൾ നമ്മുടെ എഡ്യൂക്കേഷൻ കിട്ടിയ ആള് നമ്മുടെ ഫീൽഡിൽ ഹെൽത്തിന്റെ ഫീൽഡിൽ നമ്മളത് ചെയ്യണമെന്നേ ഉള്ളൂ. അതർ ഫീൽഡിലും ഓരോരുത്തർക്കും അത് ചെയ്യാവുന്നതേ ഉള്ളൂ അല്ലേ. അത് എനി ഫീൽഡ് യു ഗോ ആൻഡ് ഡു യുവർ ഡ്യൂട്ടി, സ്വധർമ്മം. അതാ ബാലാമണിയമ്മ ഒരിക്കലും കവിത മാത്രമേ എഴുതിയിട്ടുള്ളൂ, പുറത്തൊന്നും പോയി ഒരു ഫംഗ്ഷനൊന്നും അവർ ചെയ്തിട്ടില്ല. കവിത മാത്രമല്ല, അവർ പോലും എഴുതിയിട്ടുണ്ട് അടുക്കള പുകമൂടൽ സ്വധർമ്മ സൂക്ഷ്മാംശം കാണാൻ പടുത്വം ഈ കണ്ണുകൾക്ക് കുറയ്ക്കയില്ല എന്ന്. അടുക്കളയിലിരുന്ന് അടുക്കളയുടെ പുക ഏറ്റത് കൊണ്ട് കണ്ണു മൂടിച്ചാലും എൻ്റെ സ്വധർമ്മത്തിന്റെ സൂക്ഷ്മമായ അംശം, ചെറുതല്ല സൂക്ഷ്മമായ അംശം കാണാൻ എൻ്റെ കണ്ണുകളുടെ പടുത്വം ഇപ്പോഴും കുറഞ്ഞിട്ടില്ല. ഐ ക്യാൻ സീ ദാറ്റ്. അത് ഈവൻ ഓരോ വീട്ടമ്മയും അത് ആലോചിച്ചാൽ സ്ത്രീകളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവും. പിന്നെ കുട്ടികളുടെ കാര്യത്തിൽ കുട്ടികളുടെ എഡ്യൂക്കേഷൻ കൊടുക്കണം എന്ന് പറയുന്നതിലും, അല്ലെങ്കിൽ കുട്ടികളുടെ വിവാഹത്തിന് ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ആർഭാടം പാടില്ല എന്നൊക്കെ തീരുമാനിക്കുന്നതും സ്ത്രീക്കും പുരുഷനും പങ്കൊപ്പാണ്. പുരുഷന് മാത്രമല്ല പങ്ക്, സ്ത്രീകൾക്കും അതിന് പങ്കില്ലേ? അവർ തീർച്ചയായിട്ടും പങ്കിട്ട്. അധികം സ്ത്രീധന പീഡനങ്ങൾ നടക്കുന്നത് ഭർത്താവിന്റെ അമ്മയല്ലേ? ഭർത്താവാണോ? ഭർത്താവിന്റെ അമ്മയും പെങ്ങളും, പിന്നെ അവര് പെണ്ണുങ്ങളല്ലേ? അവരല്ലേ ചെയ്യണത് അധികം. അപ്പൊ സ്ത്രീനെ മാത്രം വലിയതാക്കി പറഞ്ഞിട്ട് പുരുഷനെ താഴ്ത്തി പറയാൻ നമ്മളെ കൊണ്ട് ആവില്ല. ഇത് നേരത്തെ പറഞ്ഞ മാതിരി നമ്മുടെ ബ്രെയിൻ അത് അത്ര ആലോചിച്ചാൽ മതി. നമ്മുടെ ബ്രെയിൻ ഈ മസ്തിഷ്കം എന്ന് പറയുന്നത് നടുവിൽ ഇങ്ങനെ കോർപ്പസ് കലോസം കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ഒരു റൈറ്റും ലെഫ്റ്റും ഉള്ളതാണ് അല്ലേ? അല്ലേ? റൈറ്റും ലെഫ്റ്റുമായിട്ട് മസ്തിഷ്ക ഭാഗം, ഇടത്തെ മസ്തിഷ്കം വലത്തെ മസ്തിഷ്കം. ഈ വലത്തെ മസ്തിഷ്കം നമുക്ക് ആർട്ട്, കവിത, സംഗീതം ഇതൊക്കെ നടക്കുന്നത് ഈ ഭാഗം കൊണ്ടാണ്. ലാംഗ്വേജ് ഇതുകൊണ്ടോ ഇന്റലക്ട്, ബുദ്ധിശക്തി, നമ്മുടെ ഭരണം, അഡ്മിനിസ്ട്രേഷൻ ഇതൊക്കെ നടക്കണം ഈ ഭാഗം കൊണ്ടാ. ഇത് രണ്ടും ഒപ്പം വർക്ക് ചെയ്താലേ മനുഷ്യനാവുള്ളൂ. ഒന്ന് മാത്രമുള്ളവൻ പകുതി മനുഷ്യനാ അല്ലേ? ആർക്കെങ്കിലും പറയാൻ പറ്റും എൻ്റെ ഒരു ഭാഗേ വർക്ക് ചെയ്യുള്ളൂ? ഒരാൾ ഞാൻ പ്യുവർ ഒറിജിനൽ കവിയാണ്, എനിക്കത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അവനെ ഒന്നിനും കൊള്ളില്ല എന്ന് ഞാൻ പറയുള്ളൂ. മറ്റേ സൈഡും വർക്ക് ചെയ്യണം. ഇടത്തെ ഭാഗം ബുദ്ധിശക്തി വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ കവിത കൊണ്ട് ആർക്കും ഒരു ബലമില്ല. രണ്ടും വർക്ക് ചെയ്യണം. ഈ സൈഡും വർക്ക് ചെയ്യണം, ഈ സൈഡ്. അത് നേരെ തിരിച്ചു വേണം കേട്ടോ. ബുദ്ധി ഭയങ്കര ബുദ്ധിയാണ്, സ്കോളറാണ്, പക്ഷെ ഒരു ആർട്ടിസ്റ്റിക് ടേസ്റ്റും ഇല്ല, കവിത അറിയില്ല, സംഗീതം അറിയില്ല, അങ്ങനത്തവനോ പരമ ശുദ്ധ ബോറൻ. അപ്പൊ രണ്ടും വേണം. അതുപോലെ തന്നെയാ സ്ത്രീയും പുരുഷനും. നേരത്തെ പറഞ്ഞ പോലെ ഇടത്തെ വാമഭാഗം എന്ന് പറയുന്നത് നോളജ്, വിസ്ഡം, അറിവ്, മനനം ഒക്കെ സ്ത്രീയാണ്, സരസ്വതിയാണ്. ഇടത്ത് ഭാഗം സ്ത്രീക്കാ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ബുദ്ധിശക്തി സ്ത്രീക്കാണ് കൂടുതലേ. അവരുടെ ഒരു നല്ല അഭിപ്രായം കേട്ട് നടക്കണ പുരുഷന് ശരിക്കും നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം. കേൾക്കാത്തവൻ കുടുങ്ങിയെന്ന് മാത്രം. കേൾക്കാത്തവൻ അവനവൻ്റെ ഡൗൺഫോളാണ്. പിന്നെ ഈ സൈഡോ വലത്ത് ഭാഗം വളരെ ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ഭാഗമാണ്. ഈ ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാർക്ക്, വളരെ ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ആളുകൾക്ക് കുറച്ച് ലോലന്മാരായിരിക്കും, ഡിസയേഴ്സ് ഉണ്ടാവും. അതിനൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ ഇടത്തെ മസ്തിഷ്കം ഒന്ന് വേണം. അതില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇടത്തെ മസ്തിഷ്കവും വലത്തെ മസ്തിഷ്കവും ഒരുപോലെ പ്രവർത്തിക്കുന്ന സ്ത്രീയും പുരുഷനും ഒരുപോലെ പ്രധാനമായിട്ട് ഒരുപോലെ സ്വധർമ്മം അനുഷ്ഠിക്കുന്ന വളരെ ഈക്വലായ ഒരു ഭാരതം, വളരെ ഈക്വലായ ഒരു കേരളം ഉണ്ടാവണം. അതിന് തലപ്പത്തിരിക്കുന്ന ഭരണത്തിലിരിക്കുന്ന മന്ത്രിമാർക്ക് മാത്രമേ അതിന് റോളുള്ളൂ എന്നോ അവർക്ക് മാത്രമേ അതിൽ ഡ്യൂട്ടി ഉള്ളോ എന്ന് നമ്മൾ വിചാരിക്കരുത്. നമുക്ക് ഓരോരുത്തർക്കും ഡ്യൂട്ടി ഉണ്ട്. ഞാനും നിങ്ങളും ഉൾപ്പെട്ട സമൂഹത്തിലെ ഓരോ വ്യക്തിക്കും അതിൽ ഡ്യൂട്ടി ഉണ്ട്. നമ്മളത് നമ്മുടെ വീട്ടിൽ നിന്ന് തുടങ്ങണം, നമ്മുടെ കുട്ടികളിൽ നിന്ന് തുടങ്ങണം, നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ വീട്ടിൽ നിന്ന് തുടങ്ങിയിട്ട് വേണം നമ്മൾ പുറത്തേക്ക് അതിനെ കൊണ്ടുപോകാൻ. ഇതാണ് നമുക്ക് നമ്മുടെ മുമ്പിലുള്ള ഇന്നുള്ള ആകെ ഒരു വഴി. ഇത് നമ്മൾ ചെയ്യാതെ ആർഭാടങ്ങളുടെയും ഡിസയേഴ്സിന്റെയും പിന്നാലെ നടന്നു കഴിഞ്ഞിട്ട് ഇവിടെ അതില്ല അവിടെ അതില്ല എന്നും പറഞ്ഞ് നെഗറ്റീവായിട്ട് പറഞ്ഞുകൊണ്ടേ ഇരുന്നാൽ നമ്മൾ എവിടെ എത്തില്ല, നമ്മുടെ രാജ്യം എവിടെ എത്തില്ല. അതുകൊണ്ട് എല്ലാവരും ഒത്തൊരുമിച്ച് ഒരുമയോട് കൂടിയിട്ട് ഈ ഒരു കാര്യത്തിൽ പുറപ്പെടണം എന്നേ ആഗ്രഹമുള്ളൂ. എനിക്ക് ഞാൻ ആലപ്പാട് നാരായണ മേനോന്റെ ഒരു മാനസപുത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം വകുത്ത വഴിയിൽ കൂടെ നടക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും അദ്ദേഹം എഴുതിയിട്ടുള്ള പുസ്തകങ്ങളും അദ്ദേഹത്തിന്റെ ഡയറി കുറിപ്പുകളും എല്ലാം നോക്കി വെച്ച് അദ്ദേഹം പറഞ്ഞിട്ടുള്ള പ്രിൻസിപ്പിൾസ് അനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് ഇവിടെ എൻ്റെ ഗുരുവായ ശ്രീ ആലപ്പാട്ട് നാരായണ മേനോന്, മുത്തശ്ശനായിട്ടോ അമ്മാവനായിട്ടോ അല്ല, എൻ്റെ ഗുരുവായ
ശ്രീ നാലപ്പാട്ട് നാരായണ മേനോന്റെ സ്മരണയ്ക്ക് മുൻപിൽ വളരെ പ്രാക്ടിക്കലായിട്ടുള്ള ഈ അപ്രോച്ച് അറിയാലോ. നാലപ്പാട്ട് കുടുംബം എന്ന് പറഞ്ഞാൽ അമ്മാവൻ മാത്രം ഒരു പുരുഷനുള്ള കാലത്ത് അവിടുന്ന് പുറപ്പെട്ടു വന്ന സ്ത്രീകളൊക്കെ വളരെ വല്യമ്മയാണെങ്കിലും അമ്മയാണെങ്കിലും എല്ലാവരും സ്ത്രീകളൊക്കെ നല്ല ബുദ്ധിയുള്ള ആൾക്കാരാണ്. കാരണം പുരുഷൻ അതിനുള്ള സന്മനസ് കാണിച്ചാലേ സ്ത്രീകൾക്ക് ബുദ്ധി ഉണ്ടാവുള്ളൂ. ഒരു വീട്ടിലെ പുരുഷൻ ആ വീട്ടിലത്തെ കൊച്ചുകുട്ടികളെ അനന്തരവളാണ് ബാലാമണിയമ്മ അമ്മണിയമ്മയൊക്കെ അവരെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ അമ്മാമൻ കാണിച്ച ശുഷ്കാന്തി ഓരോ പാരന്റും ഓരോ അങ്കിളോ അല്ലെങ്കിൽ അച്ഛനോ ആരാ വളർത്തുന്ന കുട്ടികളെ വെച്ചാൽ അവര് കാണിച്ചാൽ മതി. കുട്ടികളൊക്കെ വളരെ വെട്ടുക്കന്മാരായിട്ട് നല്ല അസലായിട്ട് വളർന്നോളും. അവരെല്ലാ കാര്യവും സ്വയം നേടിയെടുത്തോളും. ഒരു പ്രശ്നവുമില്ല. ഞാൻ ആ വശം മാത്രമേ പറയുന്നുള്ളൂ, മറ്റേ വശം ഞാൻ പറയുന്നില്ല. അതിന്റെ കാരണം എനിക്ക് ആ രീതിയിലുള്ള കാര്യങ്ങൾ പറയാനുള്ള താല്പര്യക്കുറവ് ഉണ്ട്. എൻ്റെ വഴി വേറെ ആയതുകൊണ്ട് അത് പറയണില്ല. ആ പ്രോബ്ലം എല്ലാവർക്കും അറിയുന്ന പ്രോബ്ലം ആണല്ലോ. കുട്ടികളെയൊക്കെ സൂക്ഷിക്കുക, പുറത്തേക്ക് പോകുമ്പോൾ അച്ഛനും അമ്മയും സൂക്ഷിക്കുക, അത്ര മാത്രമേ പറയുള്ളൂ. അത് നമ്മുടെ കയ്യിലാണ് അത് ഏറ്റവും വലിയ കാര്യം ഇരിക്കുന്നത്. നമ്മൾ ശ്രദ്ധിക്കുക, ആ കുട്ടികളെ എന്താ ചെയ്യണത് നമ്മൾ ശ്രദ്ധിക്കുക, അവർക്ക് കമ്പാരിയൻഷിപ്പ് കൊടുക്കുക. ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇതെല്ലാം നേരെയാവും. ഒന്നും അവസാനിച്ചിട്ടില്ല. ഏത് കാലത്തും എത്ര യുഗങ്ങൾ കഴിഞ്ഞാലും ഒന്നും നന്മ തീരെ ഇല്ലാണ്ടേ ആവില്ല എന്നാണ് എൻ്റെ വിചാരം. വളരെ ശുഭാപ്തി വിശ്വാസം എനിക്കുണ്ട്. നന്മ ഇല്ലാതെ ആവുന്ന ഒരു കാലം വന്നാൽ മനുഷ്യനില്ലാതെയായി എന്നാണ് അർത്ഥം. അങ്ങനെ ഒരു കാലം വരില്ല, തീർച്ചയായിട്ടും വരില്ല. നന്മ എന്നും നമ്മളിൽ ഓരോരുത്തരും കുറച്ചെങ്കിലും ഉണ്ടാവും. അത് ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങളിലൂടെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും. നമ്മുടെ കുട്ടികളിൽ കുറച്ച് പേരെങ്കിലും അത് ഉൾക്കൊള്ളും. എല്ലാവരും ഇല്ലെങ്കിലും കുറച്ച് പേരെങ്കിലും അത് ഉൾക്കൊള്ളും. അത് തുടർച്ചയായിട്ട് ഈ രാഷ്ട്രത്തിൻ്റെ ഈ ലോകത്തിൻ്റെ മുഴുവൻ ഭാവി നിർണയിക്കും. അതുതന്നെയാണ് എൻ്റെ വിശ്വാസം. ആ വിശ്വാസത്തിൽ 68 വയസ്സോളം ജീവിച്ചു. ഇനിയുള്ള ബാക്കി ഭാഗവും ആ വിശ്വാസം കളയാതെ ജീവിക്കും എന്നാണ് എൻ്റെ വിചാരം. അത് വേറൊന്നും പറയാനില്ല. മോഡറേറ്ററോടുള്ള നിലയ്ക്ക് ഇത്രയേ എനിക്ക് പറയാനുള്ളൂ. ഒരു 15-20 മിനിറ്റിൻ്റെ ഉള്ളിൽ ഇതൊന്ന് സമ്മപ്പ് ചെയ്യുക മാത്രമേ എൻ്റെ ജോലിയുള്ളൂ. എല്ലാവരെയും കണ്ടതിലൊരു സന്തോഷവും എല്ലാവർക്കും നന്ദിയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നമസ്കാരം.